ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റൈസാണ്. ബട്ടർ ഗാർലിക് ചിക്കൻ റൈസ്. നല്ല ഫ്ലേവർഫുൾ റൈസാണ് അതിൻ്റെത്. ടിഫിൻ കൊടുക്കാനുള്ള ബെസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതിലേക്ക് ചിക്കന് ചെറുതായിട്ടൊന്ന് മാരിനേഷൻ കൊടുക്കണം ആദ്യം തന്നെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അതായത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ ചിക്കനിലേക്ക് മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഉപ്പും കുരുമുളകെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ ബസ്മതി റൈസ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജീരകശാല റൈസിലാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇത് സാധാരണ ബസ്മതി വൈറ്റ് റൈസാണ്. സെല്ല ബസ്മതി അങ്ങനെ ഒന്നുമല്ല, ഏത് ബസ്മതി ആയാലും എടുക്കുക കേട്ടോ. ഇനി ഇതൊരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദ ഇല്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഈ മൈദ മൊത്തത്തിൽ ചിക്കനിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു ഭാഗം കളറൊന്ന് മാറിയപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പീസസ് എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും പീസസ് ആയിട്ടാണ് ഉള്ളത്. ഇത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ഗാർലിക് ചിക്കൻ റൈസ് ആണല്ലോ, അപ്പോൾ ബട്ടർ കുറച്ചധികം തന്നെ എടുക്കണം കേട്ടോ. അതിന് ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുന്ന നേരം ഇതിലേക്ക് ഒരു 4 അല്ലി വലിയ വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഗാർലിക്കിൻ്റെ ശരിക്കുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ അല്ലി വെളുത്തുള്ളിയിലാണെങ്കിൽ ഒരു 8-10 വരെയെല്ലാം എടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബട്ടറും ഗാർലിക്കെല്ലാം ആയിട്ട് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ. ഒരു പീസാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മളെ ഗാർലിക് സോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാസ്ലി ലീവ്സോ അല്ലെങ്കിൽ മല്ലിയിലോ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ മല്ലിയിലാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഒരു പിടി ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുന്ന നേരം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് റൈസ് ഇതിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ റൈസിന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു സോസ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തുകൊണ്ട് 4 കപ്പ് വെള്ളം, ഒരു കപ്പിന് 2 കപ്പ് എന്നുള്ള കണക്കിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഉപ്പ് കുറച്ച് കുറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പീസും കൂടി ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്കിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യുക. ആ ഒരു ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഫ്ലേവർ റൈസിന് ഉണ്ടാവും. പക്ഷേ ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കൂടി റൈസിന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്തിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും കുറച്ച് പാസിൽ ലീവ്സോ ഇല്ലെങ്കിൽ മല്ലിയിലോ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക. സാധാരണ നമ്മൾ റൈസെല്ലാം കുക്ക് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. പിന്നെ ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും റൈസിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരും. ആ സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓൾറെഡി നമ്മൾ റൈസിന് ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഇട്ടുകൊണ്ട് ചിക്കൻ്റെയും എല്ലാം ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിതിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ദം ചെയ്യുന്നില്ലേ അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറുള്ള റൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലിട്ടിട്ട് ചിക്കൻ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്തെല്ലാം നല്ല രസം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാണ്ട് ഒരു ഭാഗത്തേക്ക് ചിക്കനും ഒരു ഭാഗത്തേക്ക് റൈസും ആക്കിയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഞാൻ മേലെ കുറച്ച് മല്ലിയിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ സ്പൈസി ഒന്നും ഇല്ലാത്ത കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ടിഫിൻ കൊടുക്കാനുള്ള ബെസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി റൈസാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, ബൈ.